Dear students, നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ ഓഫ് എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡിഫറൻഷിയേഷൻ ഓഫ് എ ഫംഗ്ഷൻ, നിങ്ങൾക്ക് ഓർഡിനറി ഡിഫറൻഷിയേഷൻ അറിയാൻ പറ്റും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആ വീഡിയോ, നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ അയച്ചു തന്നിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കൺസെപ്റ്റ് വിച്ച് ഇസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ്, whose values depending on the values of some other parameters is called a function. As a function of x എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ട് y is a function of x എന്ന് പറഞ്ഞാൽ ലേമാൻസ് ലാംഗ്വേജ് പറഞ്ഞാൽ y എന്ന് പറയുന്ന സാധനം ഇഷ്ടമുള്ള പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് വാല്യൂ എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. വൈൻ്റെ വാല്യൂ depends on the value of x. So y is something whose values depending on the value of x എന്ന് പറയുന്നതിന് പകരമാണ് we say that y is a function of x. Okay, അപ്പോൾ y എന്ന് പറയുന്നത് is a function of x എന്ന് പറഞ്ഞാൽ it depends on x എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു എന്താ പറയാ, ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് മീനിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇഫ് യു ഹാവ് അപ്പോൾ ഓർഡിനറി ഡിഫറൻഷിയേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ y is equal to f of x, നിങ്ങൾക്ക് ഫംഗ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറയുവാണെങ്കിൽ, സ്ക്വയർ അല്ല ഞാൻ ഉദ്ദേശിച്ച, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. സോ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് is equal to length into breadth. Length in L num B num breadth in vichal it is L into B. So you can write it depends on both length and breadth. Length vary same ആയിട്ട് വെച്ചിട്ട് breadth മാറണ അനുസരിച്ചിട്ടും ഏരിയ മാറും. അതല്ല അല്ലേ, അതല്ല breadth same ആയിട്ട് വെച്ചിട്ട് length മാറ്റിയാലും ഏരിയ മാറും. അപ്പോൾ രണ്ട് വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ two variable function. It's a function of two variables L and B. Whereas if you consider a circle, area of a circle is pi r square. So if it is a radius is denoted by r, area is pi r square. So ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സർക്കിൾ ആണെങ്കിലും വലിയ സർക്കിൾ ആണെങ്കിലും അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയമീറ്റർ ഓർ റേഡിയസ്. ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ റേഡിയസ് കൂടുന്നതനുസരിച്ചിട്ട് ഏരിയ കൂടും, കുറയുന്നതനുസരിച്ചിട്ട് കുറയും. അതായത് it is a single variable function. You can say that area of a circle is a single variable function of its radius. So if you have a single variable function, you have only one independent variable. Here r, the radius is the independent variable. You have only one variable in this function, whereas in this case you have two variables L and B. So if you have more than one variables in a function, we say that that function is a multivariable function. So multivariable function means a function of more than one independent variables. Now if you have a single variable function y is equal to f of x, its values depends on the value of x. So it as x varies, y also varies. As the value of x changes, y also changes. Value of y also changes. So if you have to measure the rate of change, we denote the term called derivative. So derivative is something which measure the rate of change of a function with respect to the independent variables. So in the ordinary differentiation, ordinary derivative in the case, derivative of y is a single variable function of x. Derivative of y with respect to x എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to x ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. അതും അഗെയിൻ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്നുള്ളത്. സോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to x. അതായത് ഇഫ് യു ഹാവ് സം വാല്യൂ ഫോർ എക്സ് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എഫ് ഓഫ് എക്സ് ആണ്. If x changes to some x plus delta x, y changes to f of x plus delta x. So the change in y, the function value y, change is f of x plus delta x minus f of x. This is the change in y.
and the change in x is corresponding change in x is if you change x to x plus delta x, the change is delta x. So change in y by change in x is actually the ratio f of x plus delta x minus f of x divided by delta x. This is the change in y, this is the change in x. So this ratio clearly depends on both delta x and x. If you make it independent of delta x, rather if you take the limiting case that the change is very small, suppose that the change is very small. So if you um, uh, make a minute change in the variable x, that minute change, what will be the effect on the function y, that is known as the derivative of y with respect to x, or you can define it as the instantaneous rate of change of y with respect to x. So dy by dx is defined as dy by dx, derivative of y with respect to x, or in short you can write it as y dash. If y is equal to f of x, you may write it as f dash or df by dx if y is equal to f of x. So that derivative is defined as the instantaneous rate of change of y with respect to x. So it is the limiting case of f of x plus delta x minus f of x by delta x. അപ്പോൾ ഇതിനകത്ത് കുറേ ഫംഗ്ഷൻസ് ഓരോ നിങ്ങൾക്ക് കുറച്ച് പെർട്ടിക്കുലർലി നിങ്ങൾ കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് പഠിക്കണം. ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം, അത് നിങ്ങൾ പഠിക്കണം. ലൈക്ക് എന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഡെറിവേറ്റീവ്സ് ഐ തിങ്ക് ഇതാണ്. ഇത് നിങ്ങൾ പഠിക്കാം. ബാക്കി ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നിങ്ങൾ എഴുതാൻ പോകുന്നത് മാത്സ് നോട്ടിൻ്റെ ബാക്ക് പേജിലാണെങ്കിൽ, അയ്യോ ഞാൻ എവിടെ അയച്ചേ, ഓക്കെ, അതിൽ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ആൻഡ് ഇല്ല എല്ലാം ഒന്നും എപ്പോഴും ആവശ്യം വരുന്നില്ല, എന്നാലും ഇത് വേണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പഠിക്കുമ്പം അത് തന്നെയാണ് ഒരു ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതറിയാമെങ്കിൽ ഇതറിയാം കേട്ടോ, കൂടുതലായിട്ട് ഒന്നും പഠിക്കേണ്ടി വരില്ല. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ ഒരു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇഫ് യു ഹാവ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ y is equal to f of x, you can draw the graph of this function. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരച്ചിട്ട് ഇഫ് യു പ്ലോട്ട് the values of x along x-axis and the values of y along y-axis, ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു കേർവ് കിട്ടുന്നു. ഓക്കെ, ഒരു കേർവ് കിട്ടി. ഈ കേർവിനെയാണ് നമ്മൾ കേർവ് ഓഫ് ദ ഇക്വേഷൻ y is equal to f of x അല്ലെങ്കിൽ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y is equal to f of x എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു കേർവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കേർവില് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുക. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ് x0 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എടുത്താൽ എഫ് ഓഫ് x0 എവിടെ നിന്ന് കിട്ടും? എഫ് ഓഫ് x0 എന്ന് പറഞ്ഞാൽ x0ന്റെ ഇമേജ് എഫ് ഓഫ് x0 എന്നുള്ള വാല്യൂ എടുക്കുന്ന x0 എഫ് ഓഫ് x0 എന്നുള്ള പോയിന്റ് ആണ് ഈ പോയിന്റ് അല്ലേ. അതാണ് നമ്മളിവിടെ ഈ പോയിന്റ് ആണ് നമ്മൾ x0 എഫ് ഓഫ് x0 എന്നുള്ള പോയിന്റ് ആണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടായിരിക്കണം ഗ്രാഫ് വരച്ചിരിക്കണേ. അപ്പൊ എഫ് ഓഫ് x0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി y ആക്സിസിൽ ദാ ഈ വാല്യൂ ആണ്. ഇവിടെ വരുന്ന വാല്യൂ ഏതാണോ അതാണ് ഈ വാല്യൂ ആണ് എഫ് ഓഫ് x0. അല്ലെങ്കിൽ y ആക്സിസിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് ദി ലെങ്ത് ഓഫ് ദിസ് ലൈൻ സെഗ്മെന്റ് അല്ലേ. ഈ ലെങ്ത് ആണ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് എഫ് ഓഫ് x0 എന്ന് പറയാം.
Okay, so this is x naught f of x naught. Now, if you make a small change in x naught, say x naught changes to x naught plus delta x. So this length is delta x. Then the function value is, at that point, function value is f of x naught plus delta x. എനിക്കിതിപ്പോൾ വരയ്ക്കുമ്പം അത്ര ക്ലിയർ അല്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ എഫ് ഓഫ് എക്സ് നോട്ട് അല്ലെ ഒരേപോലെ വന്നേക്കുന്നത്. ഞാൻ ഇത്തിരി വ്യത്യാസമായിട്ട് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ഒന്ന് മാറ്റാം. ഞാൻ ഇപ്പൊ ഇവിടെയാണ് ഓക്കെ, ഞാൻ ഇത്തിരി വ്യത്യാസം വരുത്താണ്. ഈ ഗ്രാഫ് ഒന്ന് ഇത്തിരി തിരുത്തിയെടുക്കുവാണ്. എനിക്കതല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഒരുപോലെ ഇരിക്കണോ. സോ ഇത്തിരി മുകളിലേക്ക് പോട്ടെ. അപ്പോൾ വരക്കാൻ ഇത്തിരി എളുപ്പമുണ്ട്. സ്മൂത്ത് ആയിട്ടല്ലേ. So ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കും. അപ്പോൾ ഇവിടെയാണ് എക്സ് നോട്ട് എക്സ് പ്ലസ് this is x naught and this is x naught plus delta x. So this is the point x naught f of x naught plus delta. ഇതിനെ എങ്ങനെ മാർക്ക് ചെയ്തു വേണമെന്നില്ല. So this is the point x naught plus delta x f of x naught plus delta x. This is the point x naught f of x naught. Okay, so this ratio f of x naught plus delta x minus f of x naught divided by delta x എന്ന് പറഞ്ഞാൽ actually if you consider this triangle, ഈ ലെങ്ത് ആണ്, this whole length is, this length is f of x naught plus delta x and this length is same as this is f of x naught. So this is f of x naught and this is f of x naught plus delta x, so that this distance is f of x naught plus delta x minus f of x naught, and similarly this is delta x because this distance is x naught since this point is x naught and this length is x naught plus delta x, so that the difference between them is this length, that is same as this, which is delta x. So this ratio, our ratio f of x plus x naught plus delta x naught delta x minus f of x naught divided by delta x is actually in this triangle, if you consider this triangle and if this is the angle theta, this is actually the opposite side of theta by
adjacent side which is tan theta in that triangle. So ഞാൻ ഇതിനൊന്ന് സൂം ചെയ്ത് വരക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ, ഈ ഇത്രയും ഒരു പോർഷൻ ഇങ്ങനെ ഒന്ന് ഇത്തിരി സൂം ചെയ്ത് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണോ. ഇതിൽ ഈ പോയിന്റ് ആണ് x0 f of x0. ഈ പോയിന്റ് ആണ് x0 plus delta x f of x0 plus delta x. And ഈ ലൈൻ joining these two, ലൈൻ അല്ലെങ്കിൽ കോഡ് എന്നൊക്കെ പറയാം, കർവിന്റെ ഒരു കോഡാണ്. അപ്പോൾ ആ കോഡിന്റെ സ്ലോപ്പാണ് ആക്ച്വലി ആ എഴുതിയത് അല്ലേ. കാരണം this is the chord joining these 2 points. Then നമ്മൾ എഴുതിയ ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ, if this is the horizontal and this is the vertical lines at these points, നമ്മൾ എഴുതിയത് ഈ ആംഗിൾ ആണ് തീറ്റ, ആൻഡ് ഈ ലെങ്ത് ആയിരുന്നു നമ്മൾ പറഞ്ഞ ആ ഡിഫറൻസ്. ഇതായിരുന്നു ഡെൽറ്റ എക്സ്. സോ ദിസ് ഇസ് ആക്ച്വലി ദ slope of this straight line. So this is actually the slope of the chord joining. The points at x0 and x0 plus delta x. So as delta x tends to 0, what will happen? As delta x tends to 0, ഈ പോയിന്റ്സ് അടുത്തടുത്ത് വരും. x0 plus delta x എന്നുള്ള പോയിന്റ്, സോറി, ഇവിടെ നിന്ന് വരും ഡെൽറ്റ എക്സ് കുറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് നീങ്ങും. ഇങ്ങോട്ടാണ് ഇപ്പൊ ഡെൽറ്റ എക്സ് കുറച്ചും കൂടെ കുറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിംഗ്ലി പോയിന്റ് വരുന്നത് ഇവിടെയാണ്, x0 plus delta x f of x0 plus delta x. അപ്പൊ നമ്മളുടെ കോഡിന്റെ സ്ലോപ്പ്, കോഡ് വരുന്നത് ഇത് വരും. അതായത് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് കുറയണ അനുസരിച്ചിട്ട് ഈ കോഡിന്റെ സ്ലോപ്പ് കിട്ടിയ സ്ഥാനത്ത് ഡെൽറ്റ എക്സ് കുറച്ചും കൂടെ കുറവാണെങ്കിൽ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഡെൽറ്റ എക്സ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ കോഡിന്റെ സ്ലോപ്പ് ആയിരിക്കും അല്ലെ. കുറച്ചും കൂടെ ഡെൽറ്റ എക്സ് കുറവാണെങ്കിൽ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഡെൽറ്റ എക്സ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ കോഡിന്റെ സ്ലോപ്പ് ആയിരിക്കും. കുറച്ചും കൂടെ ഡെൽറ്റ എക്സ് കുറവാണെങ്കിൽ, ഇവിടെയാണ് ഡെൽറ്റ എക്സ് എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ കോഡിന്റെ സ്ലോപ്പ് ആയിരിക്കും. As delta x tends to 0, what will happen? Delta x tends to 0 വരുമ്പോൾ you will get this ratio is slope of the chord joining. This becomes, as delta x tends to 0, you know that ഈ chord joining x0 plus x0 f of x0 and x0 plus delta x f of x0 plus delta x. നമുക്ക് രണ്ട് പോയിന്റ് പേര് എന്തെങ്കിലും മാറ്റി വിളിക്കാം. സേ ഞാനിതിനെ y of x0 എന്നും y of x0 plus delta x എന്നും വിളിക്കാം. അല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. x0 y0 എന്നും അല്ലെങ്കിൽ x0 plus delta x y0 plus delta y എന്ന് വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. As delta x tends to 0, what will happen if this is p and this is q? Q is in terms of delta x. So as delta x tends to 0, this point q moves on this curve, along this curve, and approaches the point p. As delta x tends to 0. Then correspondingly, chord joining the endpoints of this arc part of the curve എന്താവും? ആദ്യം chord joining p and q ഇതാണ്. As delta x tends to 0, q approaches p, then chord pq becomes, as delta x tends to 0, q
approaches P so that chord PQ becomes the tangent at P. So that is how we define the tangent at a point to a curve. ഒരു കർവിന്റെ ടാൻജന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? ഒരു പോയിന്റ് ഞാൻ എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിലെ പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എടുക്കുകയാണ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട്. ഈ പോയിന്റിന്റെ ടാൻജന്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണേ? ടാൻജന്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ടച്ചസ് ദ കർവ് അറ്റ് പി എന്ന് പറയും. പക്ഷേ ഈ ടച്ചസ് എന്നുള്ള വേർഡ് മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ limit of chord joining P and Q, where Q is a neighboring point of P on the same curve, and as Q tends to P, the chord PQ becomes the tangent at P. That is how we define tangent to a curve at a point. So this is nothing but as delta x tends to 0, this chord PQ becomes the tangent at P. So that slope of chord PQ becomes the slope of the tangent at P. This slope of PQ becomes the slope of the tangent at P. So as delta x tends to 0, idile e term, when delta x tends to 0, it becomes as delta x tends to 0. So this is nothing but slope of the, as delta x tends to 0, this is actually the slope of the chord joining line segment joining x naught f of x naught and x naught plus delta x f of x naught plus delta x, and as delta x tends to 0, it becomes the tangent at x naught f of x naught. So it becomes the slope of the chord becomes the tangent at the point x naught f of x naught. So derivative, this is how how we define dy by dx. Dy by dx when x is equal to x naught. Dy by dx in definition, limit delta x tends to 0, f of x plus delta x minus f of x divided by delta x എന്നായിരുന്നു. അതിൽ ആ എക്സിന് പകരം you give a particular value x naught. So this is actually dy by dx evaluated at the point x is equal to x naught. നമ്മൾ ഇങ്ങനെ എഴുതാം dy by dx at x is equal to x naught എന്നതിന് പകരം we write like this, dy by dx എഴുതിയിട്ട് ഒരു വര ഇട്ടിട്ട് താഴെ x equal to x naught വായിക്കുന്നത് dy by dx at the point x equal to x naught is the slope of the tangent at the point x naught f of x naught to the curve. So this is the slope of the tangent to the curve at x equal to x naught എന്ന് വേണമെങ്കിലും പറയാം. Slope of the tangent at this point to the curve y is equal to f of x at the point x equal to x naught. So this is the geometrical interpretation of derivative of a function, single variable function evaluated at a point. ഇതിന് തന്നെ നമ്മളൊന്നും മൾട്ടിവേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മൾട്ടിവേരിയബിൾ ഫംഗ്ഷന്റെ കേസ് പറയുമ്പോൾ ഇഫ് യു ഹാവ് എ 2 വേരിയബിൾ ഫംഗ്ഷൻ, സേ z is equal to f of xy, ഇതേപോലെ ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്. എക്സ് വേരി ചെയ്യണ അനുസരിച്ചിട്ടും ഇസഡ് വേരി ചെയ്യും, വൈ വേരി ചെയ്യണ അനുസരിച്ചിട്ടും ഇസഡ് വേരി ചെയ്യും. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സും പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈയും പറയാം. എക്സ് ചേഞ്ച് ചെയ്യണ അനുസരിച്ച് എക്സിൽ ഒരു മൈന്യൂട്ട് ചേഞ്ച് ഇസഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിന്റെ റേഷ്യോ ആണ് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇസഡ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇസഡ് എന്നുള്ളത് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണ ഫംഗ്ഷൻ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇസഡ്
ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആണ്, അതിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എക്സ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയും. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസഡ് ഇസ് നോട്ട് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. There are other independent variables other than x, and the rate of change, instantaneous rate of change of z with respect to x നെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z with respect to x എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഡെറിവേറ്റീവ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇഫ് യു ഹാവ് എ ടു വേരിയബിൾ ഫംഗ്ഷൻ യു ക്യാൻ ഡിഫൈൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫൈൻ ചെയ്യാം. അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡോ z ബൈ ഡോ എക്സ്. അതുപോലെ ഡോ z ബൈ ഡോ വൈയും ഡിഫൈൻ ചെയ്യാം. ഡോ z ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഫംഗ്ഷനിൽ എക്സിന് മാത്രം ചേഞ്ച് ഉണ്ടായത്, എക്സിന് മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ടായി. അതായത് എക്സ് വൈന്നുണ്ടായിരുന്നപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്നാണ്. എക്സിന് ഒരു ചെറിയ ചേഞ്ച് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് ചേഞ്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ എന്താവും, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ എന്നാവും അല്ലെ. വൈക്ക് ചേഞ്ച് ഉണ്ടായില്ല, എക്സിന് മാത്രം ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ ബിക്കംസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ. സോ വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ഫംഗ്ഷൻ വാല്യൂ, എഫ് ഓഫ് എക്സ് വൈ എന്നുണ്ടായിരുന്ന ഇസഡ് എക്സിന് ചെറിയൊരു ചേഞ്ച് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് ചേഞ്ച് വന്നപ്പോൾ ഇസഡ് ചേഞ്ചസ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ. സോ ദ ചേഞ്ച് ഇൻ ഇസഡ് ഇസ് ദിസ്. ആൻഡ് വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ എക്സ്, ചേഞ്ച് ഇൻ എക്സ് ഇസ് ഡെൽറ്റ എക്സ്. So the ratio of change in x by change in z by change in x എന്ന് പറയുന്നത് ഇതാണ് ratio. This ratio is the change in z by change in x. This ratio, when the change in x is very small, is defined as the derivative of partial derivative of z with respect to x. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാം ഇതില് y എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിട്ടില്ല, എക്സ് മാത്രം ചേഞ്ച് ചെയ്തു. അതായത് നിങ്ങൾ ആ ഫംഗ്ഷനിൽ ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനിൽ ഈ ഫംഗ്ഷനെ നിങ്ങൾ എക്സിന്റെ മാത്രം ഒരു ഫംഗ്ഷനായിട്ട് കണ്ടാൽ, എക്സിന്റെ മാത്രം ഒരു ഫംഗ്ഷനായിട്ട് വ്യൂ ചെയ്താൽ, അതായത് വൈനെ നമ്മൾ ചേഞ്ച് ഉള്ളതായിട്ട് വിചാരിക്കുന്നില്ല, വൈ ഇസ് treated as a constant, y change ചെയ്യുന്നില്ല എന്ന് assume ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ y is treated as a constant, it doesn't change എന്ന് assume ചെയ്തു കഴിഞ്ഞാൽ, if you view it as a function of x only, then it's as usual as in the ordinary derivative, നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ കിട്ടുന്നതാണ് ഡോ z ബൈ ഡോ എക്സ്. പറഞ്ഞാൽ മനസ്സിലാകുന്ന അറിയില്ല. അതായത് നിങ്ങളിപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് ആണ്, 2x ആണ്. നിങ്ങൾക്കൊരു ടു വേരിയബിൾ ഫംഗ്ഷൻ തന്നേക്കാണ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷനെ എക്സിന്റെ മാത്രം ഫംഗ്ഷനായിട്ട് കാണുക. അതായത് ഇതിൽ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മളൊരു നമ്പർ ഞാനിപ്പോൾ വൈ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും, വൈ സ്ക്വയർ ആണെന്നില്ല, വൈ മാത്രമേ ഉള്ളൂ. ഒരു എക്സ് സ്ക്വയർ ഇൻറ്റു 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു 3 എന്ന് തന്നേക്കുന്നത് പോലെ കാണുക. ഒരു നമ്പറിനെ പോലെ വൈ കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതുക, കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എഴുതിയിട്ട് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എഴുതും അല്ലേ. അതേപോലെ വൈ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റന്റ്. സോ ദ ഡെറിവേറ്റീവ് വിൽ ബി വൈ കോൺസ്റ്റന്റ് ടേക്കൺ ഔട്ട്സൈഡ്, ഓക്കെ, ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇസ് 2x. So this is the partial derivative of z with respect to x. Okay, അതേസമയം partial derivative of z with respect to y ആണ് ചെയ്യണമെങ്കിൽ assume that x is a constant. View this function as a function of y only. y-നെ മാത്രം നിങ്ങൾ വേരിയബിളിനെ പോലെ കണ്ടാൽ മതി. ഇവിടുത്തെ ബാക്കി എന്തുണ്ടെങ്കിലും, ബാക്കി വേറെ എന്ത് വേരിയബിൾ ഉണ്ടെങ്കിലും അതിനൊക്കെ നിങ്ങൾ എന്തായിട്ട് കാണുക, ഒരു കോൺസ്റ്റന്റിനെ പോലെ കാണുക. അപ്പോൾ കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്യും, യൂഷ്വലി പുറത്തേക്ക് എടുക്കും, എന്നിട്ട് വൈൻ്റെ ഡെറിവേറ്റീവ് എഴുതും, എക്സ് സ്ക്വയർ ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് 1. സോ ദ ഡെറിവേറ്റീവ് ഈസ് എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വാലുവേറ്റ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഓർഡിനറി ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വാലുവേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ഒരു വേരിയബിളുണ്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ keep in mind that we are considering all the other independent variables like a constant. Keeping all the other variables constant, we are changing
ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വി ആർ ചേഞ്ചിങ് വൈ ഓൺലി ആൻഡ് കീപ് ഓൾ ദ അതർ വേരിയബിൾസ് ഫിക്സ്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത what will be the change in the function value with respect to change in the concerned independent variable, that is known as the partial derivative of z with respect to that independent variable. അപ്പോൾ partial derivative of z with respect to y എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല, പിന്നെയോ വൈ മാത്രം ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വൈ ആദ്യം വൈ ഉണ്ടായിരുന്നത് ചേഞ്ച് ചെയ്ത് വൈ പ്ലസ് ഡെൽറ്റ വൈ ആക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇസെഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വൈ ഡെൽറ്റ വൈ. വെൻ ദിസ് ചേഞ്ച് ഇൻ വൈ ഇസ് വെരി സ്മോൾ, ദിസ് ഇസ് നോൺ ആസ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഡോ ഇസെഡ് ബൈ ഡോ വൈ എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിന് ഷോർട്ടായിട്ട് ഈ ഡോ ഒക്കെ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പാർഷ്യൽ ഇപ്പോൾ വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്തെന്ന് എഴുതും, ഷോർട്ടായിട്ട് വൈ ഡാഷ് എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ഇസെഡ് ഡാഷ് എന്ന് എഴുതിയാൽ പോരാ, കാരണം ഇസെഡിനകത്ത് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇസെഡ് ഡാഷ് എന്ന് എഴുതിയാൽ ഏത് വേരിയബിൾ വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണെന്നും കൂടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇസെഡ് എഴുതിയിട്ട് നമ്മളിവിടെ സഫിക്സ് ആയിട്ട് ഒരു താഴെ ചെറുതായിട്ട് നമ്മൾ എന്തെഴുതും, ഏത് വേരിയബിൾ കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് എഴുതും. അപ്പോൾ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതുന്നതിന് പകരം ഓർ യു ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് ഇസെഡ് എക്സ്. ഓക്കെ, ഇസെഡ് ഓഫ് എക്സ് എന്നല്ല, ഇസെഡ് എക്സ്. ഇസെഡ് y, partial derivative with respect to y, z with respect to y can be denoted as zy. ഓക്കെ, വേറെ രണ്ടോ അതിൽ കൂടുതലോ പാർഷ്യൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യണത്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പെർട്ടിക്കുലർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആ വേരിയബിളിനെ മാത്രം വേരിയബിൾ ആയിട്ട് കാണുന്നു, ബാക്കിയുള്ളതിനെ കോൺസ്റ്റന്റിനെ പോലെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ആലോചിച്ചാൽ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ സ്പേസിലുള്ള ഒരു സർഫസ് ആയിരിക്കും അല്ലേ. ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, എക്സിനെയും വൈനെയും നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ ആലോചിച്ചോ, ഇസഡ് ആക്സിസ് ഇവിടെ ഇത് ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിക്കും. എക്സ് വൈ പ്ലെയിനിലെ പോയിന്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് ആക്സിസിൽ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇസഡ് വാല്യൂ വരുന്നത്, അങ്ങനെ പ്ലോട്ട് ചെയ്ത് നമുക്കൊരു എന്ത് കിട്ടും, ഒരു സർഫസ് കിട്ടുന്നുണ്ടാവും. ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സർഫസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ സർഫസിൽ ഇപ്പോൾ എനിക്കത് വരയ്ക്കാനൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല, ഒരു സർഫസ് കിട്ടുമെന്ന് വിചാരിക്കാം. ഇത് സർഫസ് ആണെന്ന് വിചാരിക്കാം, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇതിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്, അതായത് ഈ സർഫസിൽ വൈ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ വാല്യൂ, ഇപ്പോൾ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് വൈ ഈക്വൽ ടു x equal to x naught and y equal to y naught ആണ് വിചാരിക്കും. at x naught y naught എന്ന് എഴുതാണ്. at x naught y naught എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ദി ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എക്സ് ആണ് ചേഞ്ച് ചെയ്യണേ. എക്സ് നോട്ട് വൈ നോട്ട് എന്നുണ്ടായത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് ആയിട്ട് ചേഞ്ച് ചെയ്തു. then this is the change in x and this is the change in z by change in x. സോ എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റ്, ഇപ്പം ഇതിപ്പോൾ എക്സ് നോട്ട് ആണെങ്കിൽ ഇത് വൈ നോട്ട് ആണെങ്കിൽ എക്സ് വൈ പ്ലെയിനിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും. ഞാനിത് സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിക്കുക, ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട്. ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇസഡ് വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ വരുന്ന ഏതൊരു പോയിന്റ് ഇതാണെന്ന് വിചാരിക്കും. ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട്. ഇസഡ് നോട്ട് മീൻസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇപ്പൊ ഈ പോയിന്റ് ഇതില് എക്സിന് മാത്രമേ ഇനി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണു, വൈ നോട്ട് ചേഞ്ച് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ ഈ സർഫസിനെ മുഴുവനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. പിന്നെയോ വൈ നോട്ടായിട്ട് തന്നെ ഫിക്സ് ചെയ്യാണ്. അതായത് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എഴുതിയേക്കണത് ആക്ച്വലി വൈ നോട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ആയിട്ട് വിചാരിക്കണു.
നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ നോട്ട് എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് ആയിട്ട് തന്നെ എടുക്കുന്നു. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈയില് വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പുട്ട് വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട്, അതായത് ഈ രണ്ട് സർഫസസിന്റെ ഇന്റർസെക്ഷൻ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ നോട്ട് ഒരു കേർവ് ആയിരിക്കും. അത് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സർഫസ്, വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്നതോ വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്ലെയിൻ ആണെന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് വൈ നോട്ടാണ്, എക്സും ഇസഡും കോർഡിനേറ്റ്സ് എന്ത് വേണമെങ്കിലും ആവാം. എന്ന് പറഞ്ഞാൽ ഈ വൈ ആക്സിസിൽ ഈ വൈ നോട്ട് തന്നെ വൈ കോർഡിനേറ്റ് വരുന്ന രീതിയിൽ എക്സ് ഇസഡ് പ്ലെയിനിന്റെ പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ച, എങ്ങനെ അത് വരക്കും? ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ച ഇത് ഇങ്ങോട്ടേക്ക് ഉണ്ട്, മനസ്സിലാവണ്ടാവും. ആ പ്ലെയിൻ ആണ്. ഇതിപ്പോ എനിക്ക് വരക്കാൻ വലിയ നിശ്ചയമൊന്നുമില്ല. ഒരു എക്സ് ഇസഡ് പ്ലെയിൻ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടാവും. എക്സ് ഇസഡ് പ്ലെയിൻ ഈ എക്സ് ഇസഡ് പ്ലെയിനിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വൈ നോട്ട് ഡിസ്റ്റൻസ് നീങ്ങി ഒരു പ്ലെയിൻ ഇവിടെ ഇരിക്കണായിട്ട് കാണും. ഒരു പ്ലെയിൻ, ആ പ്ലെയിൻ ആണ് എന്ത്? വൈ ഈക്വൽ ടു വൈ നോട്ട് എന്നുള്ള പ്ലെയിൻ. ആ വൈ ഈക്വൽ ടു വൈ നോട്ട് എന്നുള്ള പ്ലെയിൻ നമ്മുടെ സർഫസിനെ കട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങളൊരു സർഫസ് വിചാരിക്കുക. എനിക്കിപ്പോ നേരിട്ടാണെങ്കിൽ കുറച്ചും കൂടെ എന്തല്ലേ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. മതിലിന്റെ മൂലയ്ക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ആണെന്നൊക്കെ പറഞ്ഞ് ആലോചിക്കാൻ പറയായിരുന്നു. നിങ്ങൾ തനിയെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യേ വഴിയുള്ളൂ. അപ്പൊ ഈ സർഫസിൽ വൈ ഈക്വൽ ടു വൈ നോട്ട് വെച്ച് വൈ നോട്ടുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സർഫസ് ഇങ്ങനെ ഇരിക്കണു. ഒരു സർഫസ് എനിക്കൊരു സർഫസ് വരയ്ക്കാൻ വലിയ പിടുത്തില്ല കേട്ടോ. ഒരു സർഫസ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സർഫസ് ഇതിനെ നമ്മൾ ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ കത്തി പോലെ ഒരു പ്ലെയിൻ ഇങ്ങനെ വന്ന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർസെക്ഷൻ കിട്ടും, ഒരു കേർവ് കിട്ടുന്നുണ്ടാവും അല്ലേ? ഈ കേർവിനെയാണ് എന്താ പറയുക? ഇപ്പൊ ഞാൻ ഈ പ്ലെയിന് വൈ ഈക്വൽ ടു വൈ നോട്ട് എന്നുള്ള പ്ലെയിൻ വെച്ചാണ് കട്ട് ചെയ്യണമെങ്കിൽ ഈ കേർവ് ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് ദി ഇന്റർസെക്ഷൻ ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ സോൾവ് ചെയ്താൽ അതിന്റെ ഇക്വേഷൻ കിട്ടും. ദാറ്റ് കേർവ് വിൽ ബി ഹാവിംഗ് ദി ഇക്വേഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു വൈക്ക് വരെ വൈ നോട്ട് കൊടുത്താൽ മതി. ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് കേർവ്. അപ്പൊ ആ കേർവ് ആക്ച്വലി ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ നോട്ട് എന്ന് പറയുന്ന ഇസഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന രീതിയിലുണ്ട് അല്ലെ? അപ്പൊ ഈ കേർവിന്റെ ഡെറിവേറ്റീവ് ഈ ഫംഗ്ഷന്റെ ഇഫ് ദിസ് ഇസ് ട്രീറ്റഡ് ആസ് ദിസ് ഇസഡ് ഇസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ എലോങ് ദാറ്റ് കേർവ് രണ്ട് വേരിയബിൾസ് ഉള്ളൂ. വൈ ഈസ് എ കോൺസ്റ്റന്റ്, വൈ നോട്ട് തന്നെയാണ്. അപ്പൊ അവിടുത്തെ ആ കേർവില് എല്ലാ പോയിന്റ്സിന്റെയും ട്രിപ്ലെറ്റ്സിൽ വൈ കോർഡിനേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ അത് നമുക്ക് നോക്കണമെന്നില്ല. ബാക്കി രണ്ടും ഇസഡിനെ യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. Along that curve, z is a function of x only. So that along that curve, you can differentiate z with respect to x. So along that curve, if you differentiate z with respect to x, what will you get? Difference in the limit delta x tends to 0, f of x plus delta x y naught minus f of x y naught divided by delta x. അതാണ് ഡെറിവേറ്റീവ് വരിക. അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് x നോട്ട് ആണ് നോക്കണമെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി ദാറ്റ് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഓർഡിനറി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒരു പെർട്ടിക്കുലർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാണാനായിട്ട് മറ്റേ വേരിയബിളിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, അപ്പോൾ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താന്ന് പറയാം. ഇപ്പൊ ടാൻജന്റിന്റെ കേസായിട്ട് ആലോചിക്കുവാണെങ്കിലോ,
ടാൻജന്റിന്റെ കേസായിട്ട് ആലോചിക്കുവാണെങ്കിൽ അപ്പോൾ എന്തെന്ന് പറയാം, അപ്പോൾ ഈ ഫംഗ്ഷനിലെ ഏതോ ഒരു പോയിന്റ് x0 എന്ന് പറയുന്ന ഏതൊരു പോയിന്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ അതിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് x0 ഇവിടെയാണ് എടുക്കണമെങ്കിൽ ഈ പോയിന്റ് ആണ് നമ്മുടെ x0 y0 z0, അതായത് f(x0, y0). അപ്പോൾ ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഈ പോയിന്റിലെ ഈ കേർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. Okay, so this is nothing but the slope of the tangent to the curve z equal to f of x y0. Okay, ഇതെന്താണ് ആക്ച്വലി ഇതെന്താണിത്, this is the intersecting curve of the surfaces z equal to f of xy and the plane y equal to y0. Okay, z equal to f of xy എന്നുള്ള സർഫസിനെ y equal to y0 എന്നുള്ള പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കേർവ് ആണ് z equal to f of x y0. ആ കേർവിന്റെ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് x equal to x0 ആണ് എന്ത്, നമ്മുടെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു x. ഇത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് എത്ര കറക്റ്റ് ആയിട്ട് വരക്കാൻ പറ്റില്ല 3 ഡയമെൻഷനിൽ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇത് ആലോചിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇതേപോലെ തന്നെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് z വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് ജോമെട്രിക്കലി യു ക്യാൻ വ്യൂ ഇറ്റ് ആസ് ദ, നിങ്ങൾ മനസ്സിൽ z equal to f of xy എന്നുള്ള സർഫസിൽ x equal to x0 എന്നുള്ള ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുന്ന ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേർവ് കിട്ടുന്നുണ്ടാവും, ആ സർഫസിലെ ഒരു കേർവ്. ആ കേർവിന്റെ ഡെറിവേറ്റീവ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y വെൻ x equal to x0. ഒരു പെർട്ടിക്കുലർ പോയിന്റ് x0 y0 എന്നുള്ള പോയിന്റിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ കേർവിന്റെ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് y equal to y0 ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z with respect to y at the point x0 y0. Okay, hope it is clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.